ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സേമിയ പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ പെട്ടെന്ന് മറ്റുള്ള പുട്ടുകൾ, അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, റവപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുട്ടാണ്. ഇപ്പോൾ ഞാനൊരു 150 ഗ്രാം എൻ്റെ സേമിയയുടെ കവറാണ് ഇവിടെ പുട്ടുണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത്. ആ പൊടി കൊണ്ട്, ആ സേമിയ കൊണ്ട്, ആ അളവിലുള്ള ഒരു സേമിയ കൊണ്ട് നമുക്ക് 3 കുറ്റി പുട്ട് വരെ ഉണ്ടാക്കാൻ പറ്റും. ഇത് 3 പേർക്ക് കഴിക്കാൻ ലാവിഷായിട്ടുള്ള പുട്ടാണിത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സേമിയ കൊണ്ടുള്ളൊരു പുട്ടാണ്. ഈ ഒരു കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുത്തുവിളക്ക് എന്ന് പറയുന്ന ഒരു റോസ്റ്റഡ് വെർമിസെല്ലിയുടെ സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്കാക്കാം. ഇപ്പോൾ ഞാൻ സേമിയ മുഴുവനായിട്ടൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതിൽ നല്ല നൈസ് സേമിയയാണ്. ഇങ്ങനെയുള്ള സേമിയ, ഈ കട്ടിയുള്ള സേമിയ എടുക്കരുത്, നൈസായിട്ടുള്ള സേമിയ വേണം പുട്ടുണ്ടാക്കാനായിട്ട് എടുക്കാൻ. ഇത് തീരെ നൈസായിട്ടുള്ള സേമിയയാണ്. ഒരു 180 ഗ്രാം ഉണ്ട്. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ സേമിയ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ചെറുതായിട്ട്. ഇപ്പം നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതൊക്കെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി, ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഈ സേമിയ കുറേശ്ശെയായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം തീരെ സിമ്മിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാകുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാത്രം ചെറുതായതുകൊണ്ട് മുഴുവനായിട്ട് ഇതിനകത്ത് ചേർക്കാൻ പറ്റില്ല. ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. കുറഞ്ഞ തീയിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒത്തിരി ഗോൾഡൻ കളറൊന്നും ആവേണ്ട കാര്യമില്ല. മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ബാലൻസ് ഉള്ള ആ സേമിയ കൂടി നമുക്കൊന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത് വീണ്ടും നെയ്യോ എണ്ണയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം ചേർത്തതായതുകൊണ്ട് ആ ഒരു നെയ്യ് തന്നെ ചെറിയൊരു നെയ്യുടെ മയം മതി. ഇത് മുരിഞ്ഞ് വരും. ഇതും കൂടെ നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ സാധാരണ അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, റവപ്പുട്ടൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. അതുപോലെ തന്നെ അത്ര ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ സേമിയ പുട്ട് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റുള്ള ഒരു പുട്ടാണിത്. അതുപോലെ തന്നെ കറിയൊന്നും തന്നെ ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഈ സേമിയ പുട്ട്. ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പം ഞാൻ ആ ഫ്രൈ ആക്കിയ സേമിയ മുഴുവൻ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവരവരുടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു അത്യാവശ്യം ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് നനയത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഒഴിക്കണമെന്നില്ല. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. നേരത്തെ 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. 1 ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക്
അത് തണുക്കാനൊന്നും ഇരിക്കേണ്ട ആ സേമിയ. ചൂടോടുകൂടി തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഈ സേമിയയുടെ ഒപ്പം നിൽക്കത്തക്ക രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഞാനൊപ്പം നിൽക്കത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഞാനിപ്പോൾ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റുവാണ്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി നന്നായിട്ട് തോർന്നു വരുന്നവരെ നമുക്കൊരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാനൊരു കുക്കറിൽ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം തിളച്ച് വരുന്ന നേരത്തേക്ക് പുട്ടുകുറ്റിയുടെ പോലത്തെ കുറ്റിയാണ്, സ്റ്റീലിൻ്റെ കുറ്റിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാൻ ആവശ്യമായ തേങ്ങ, ഒരു അരമുറി തേങ്ങയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കുതിർത്ത് സ്ട്രെയിൻ ചെയ്യാൻ വെച്ച സേമിയ കുറേശ്ശെയായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് ഒരു സെറ്റ് തേങ്ങ, ഒരു ലെയർ തേങ്ങ കൂടെ നമുക്കിതിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും കുറച്ച് സേമിയയും കൂടെ വെച്ച് ഇളക്കുക. അതിനുശേഷം നമ്മൾ ഈ കുക്കറിൻ്റെ ഇതിലേക്ക് വെക്കുക. കുക്കറിൻ്റെ വാൽവിലേക്ക് വെക്കുക. ഇനി നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ ഒരു 3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നമ്മൾ ഈ സേമിയ കുതുക്കാനായിട്ട് വെക്കുമ്പോൾ സേമിയയുടെ മേലെ വെള്ളം നിൽക്കേണ്ട കാര്യമില്ല. സേമിയയുടെ സമം വെള്ളം വെച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് 2 മിനിറ്റ് മാത്രം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയാകും. സേമിയ നന്നായിട്ട് കുതിർന്ന് വരുന്നതാണ്. അതിന് ശേഷം അത് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചാൽ മതിയാകും. പുട്ട് ഇപ്പോൾ ആവി വരാൻ തുടങ്ങിയിട്ടൊരു 2.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് സ്റ്റീം വന്ന് തുടങ്ങിയാൽ അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം സിമ്മിലിടാം. സിമ്മിലിട്ട് 1 മിനിറ്റ് ഒന്ന് ആവി വരാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ സിമ്മിലിടാം. സിമ്മിലിട്ടൊരു 1.5 മിനിറ്റ് കൂടെ ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് പുട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഇപ്പോൾ ഒരു 2.5 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ വെച്ചിട്ട്. ഒരു കുറ്റി പുട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത കുറ്റി പുട്ട് റെഡിയാക്കാം. ആവശ്യമായ തേങ്ങ ഇട്ട് കൊടുക്കുക. ആവശ്യമായ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് കുറച്ച് തേങ്ങ, വീണ്ടും ആവശ്യമായ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിൻ്റെ വാൽവിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി കൊടുക്കുക. നന്നായിട്ട് സ്റ്റീം വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ സിമ്മിലിട്ട് ഒരു 1.5 മിനിറ്റും കൂടെ ആകുമ്പോൾ ഇത് വെന്ത് കിട്ടുന്നതാണ്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഈ സേമിയ ഇപ്പോൾ ഒന്നിലൊന്ന് തൊടാതെ നല്ല നൈസായിട്ട് ഇങ്ങനെ വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വേണം നമ്മൾ എടുക്കാൻ. കുഴഞ്ഞൊന്നും പോകരുത് സേമിയ. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ ആ പുട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കെടുക്കാം. ഭയങ്കര സ്റ്റീമാണ്, അതുകൊണ്ട് കൈ കൊള്ളാതെ വേണം എടുക്കാൻ. ഇപ്പോൾ രണ്ടാമത്തെ കുറ്റി പുട്ടും റെഡിയായിട്ടുണ്ട്. ഇനി അടുത്ത പുട്ട് നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കുറ്റി പുട്ടും റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ പുട്ട് റെഡിയായിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. അത് പപ്പടം കൂട്ടിയോ പഴം കൂട്ടിയോ ഒക്കെ, വേറെ കറിയൊന്നും വേണ്ട, പപ്പടമോ പഴമോ ഒക്കെ കൂട്ടി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഈ പുട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ കൂട്ടിയിട്ട് കൊടുത്താൽ വളരെ ടേസ്റ്റാണ്. തേങ്ങ കൂടുതൽ മിക്സ് ആകുന്നതനുസരിച്ച് ഇതിന് ടേസ്റ്റും കൂടും.
അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സേമിയ പുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക്സ്.